വായിച്ച തിരുവചനം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. ജയിക്കുന്നവന് എന്തിനെയൊക്കെ ജയിക്കണം. ഇന്നലെ മുഖവരയായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. 7 കൂട്ടം കാര്യങ്ങളെയാ ജയിക്കേണ്ടത്. അത് പ്രാരംഭത്തിലൊന്ന് സൂചിപ്പിക്കുക. 7 സഭയോടുള്ള ബന്ധത്തിൽ. എല്ലാ ഭാഗവും പ്രസംഗിപ്പാൻ സമയം ഇല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ചിന്തിക്കാവുന്നിടത്തോളം ഭാഗം ചിന്തിക്കാം. സാധാരണ ചിലർ പറയാനുണ്ട് 7 പോയിന്റ് അങ്ങ് പറയാൻ. നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ പോയിന്റ് അറിയാം. അതുകൊണ്ട് ഞാൻ എടുത്ത ഒരു 7 പോയിന്റ് അതിൽ പറയാവുന്നത് സമയത്തോളം പറയാം. 1, കള്ളയപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ച് ജയിക്കണം. 2, സാത്താന്റെ ആഴങ്ങളെ ജയിക്കണം. 3, സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണങ്ങളെ ജയിക്കണം. 4, ബിലയാമിന്റെ ഉപദേശത്തെ ജയിക്കണം. 5, നിക്കലോവിയ ഉപദേശത്തെ കണ്ടുപിടിച്ച് സഭയിൽ നിന്ന് തുരത്തി മാറ്റി അതിന്റെ മേൽ ജയമെടുത്തോണം. 6, ഇസബേലിയ ശക്തികൾ സഭയിൽ ഭരണം നടത്തുന്നു, പലരെ ഉപദേശിക്കുന്നു, അതിനെ ജയിക്കണം. 7, സാത്താന്റെ ആഴങ്ങളെ ജയിക്കണം. ഈ വിഷയങ്ങൾ സംസാരിപ്പാനാ ഞാൻ ദൂതുമെല്ലാം ഒരുക്കി പ്രാർത്ഥിച്ചു വന്നതും പകലുമൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ ജാഗരിച്ചിരുന്നത്. ഇതാ വിഷയം. അതെല്ലാം പറയാൻ ഒക്കത്തില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിലും അത് എന്തോ കാര്യമാണെന്ന് പിന്നീട് തെറ്റിദ്ധാരണ വരാതിരിക്കാനാണ് മുന്നേ അങ്ങ് പറഞ്ഞത്. അപ്പോൾ 7 സഭയോടും കർത്താവ് ദൂത് പറയുമ്പോൾ ആ ദൂതിന്റെ ശൈലി അത് ഇന്നലെ ഓർപ്പിച്ചല്ലോ. 1, കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി. 2, അഭിനന്ദിക്കേണ്ട കാര്യം അഭിനന്ദിക്കും. 3, നന്നായിട്ട് വിവേചിക്കും. 4, ആക്ഷേപങ്ങൾ വല്ല ഉന്നയിക്കാനുണ്ടെങ്കിൽ സൂക്ഷം കർത്താവ് ആക്ഷേപിച്ചിരിക്കും. അടുത്തത് മുന്നറിയിപ്പ് കൊടുക്കും. 6, പ്രബോധനങ്ങൾ കർത്താവ് കൊടുക്കും. 7, പ്രതിഫലമുണ്ട് അതും പറയും. അത് ഈ 7 സഭയോടുള്ള ബന്ധത്തിൽ പഠിച്ചാൽ ശാന്തമായിട്ട് മനസ്സിൽ നമ്മൾ വായിച്ചാൽ ധ്യാനിച്ചാൽ നമുക്കത് മനസ്സിലാകും. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ഇന്നലെ ഓർപ്പിച്ചല്ലോ. 1, കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി. ആ പരിചയപ്പെടുത്തിയത് നമ്മൾ ഇന്നലെ ഒറ്റ വാക്കി ചിന്തിച്ചല്ലോ. നിങ്ങളോട് സംസാരിക്കുന്ന, ദൂത് പറയുന്ന, ആലോചന പറയുന്ന, നിങ്ങളെ രക്ഷിച്ച് വീണ്ടെടുത്ത് വിടുവിച്ച ഞാൻ വിശ്വസ്തനായ ദൈവമാണ്. ഇവിടെ എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ അവിശ്വസ്തരായി ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്ത് നമുക്ക് വേണ്ടി ജീവനെ തന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തൻ. പ്രൈസ് ദി ലോർഡ്. 2, അഭിനന്ദനമാണ്. ദുർഗതിയോ ഗതികേടോ ലബോദിക്കുക സഭയെ അഭിനന്ദിക്കാനൊന്നുമില്ല. കാരണം അഭിനന്ദിക്കേണ്ടതായ ഒരു കാര്യവും സഭയിൽ ഇപ്പം ഇല്ല. കാരണം മറ്റു സഭകളെ കർത്താവ് അഭിനന്ദിച്ചു. അത് നമ്മൾ ഇന്നലെ ചിന്തിച്ചല്ലോ. 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേര് സർദീസിലുണ്ട്. എഫെസോ സഭയോട് പറഞ്ഞ് നിക്കലോവരുടെ നടപ്പ് പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. അപ്പോൾ അഭിനന്ദിക്കേണ്ട കാര്യം കർത്താവ് അഭിനന്ദിക്കും, അഭിനന്ദിച്ചിട്ടുണ്ട്. അടുത്തത് കർത്താവ് സഭയെ നന്നായിട്ട് വിവേചിക്കും. നന്നായിട്ട് വിവേചിച്ചിട്ട് കർത്താവ് പറഞ്ഞു, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. വിവേചിക്കുക. നാടൻ ഭാഷയെ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. അടുപ്പം കൊണ്ട് വ്യത്യസ്തമായിട്ട് അങ്ങ് പറയാൻ മനസ്സിലായി. ചൂടുവെള്ളവും അല്ല തണുത്തോ വെള്ളവും അല്ല. പിന്നെ വാട്ടവെള്ളം, വാട്ട പെന്തിക്കോസ്. കൈയൊന്നും പൊക്കണ്ട. ചൂടാണോ അതുമല്ല. പണ്ട് വിയത്തമ്പിച്ചാൻ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കിണറാന്നോ അതുമല്ല, കുളമാണോ അതുമല്ല, കൊളറ്. ഞങ്ങൾ ഒരിക്കലെ ഒരു ട്രെയിൻ യാത്ര ചെയ്തു. എൻ്റെ ഒരു സ്നേഹിതനുണ്ട് ഇവിടെ, സെൽവിച്ചാൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുജൻ സുജന്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്തപ്പം പുള്ളി ചായയും കൊണ്ട് വന്നപ്പം പുള്ളി ചോദിച്ചു, സുജനെ ചായ വേണോ വേണ്ടല്ലോ എന്ന്. പുള്ളി തന്നെ പറഞ്ഞേ, ചായ വേണോ വേണ്ടല്ലോ. സുജൻ അതിലും എടുക്കാൻ അവൻ പറഞ്ഞു വേണ്ടണം. അപ്പൊ കിണറുമല്ല കുളമല്ല കുളറ്, അല്ലെങ്കിൽ വേണ്ടണം. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാൻ. നന്നായിട്ട് വിവേചിക്കുക. ഇന്ന് രാത്രി
എന്നെ നിങ്ങളെ നന്നായിട്ട് വിവേചിക്കുന്നൊരു കർത്താവുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ പിന്നെ വരുന്നുണ്ട്. സ്തോത്രം. അടുത്തത് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു. നീ ഇങ്ങനെയൊക്കെ ജീവിച്ചേതാ, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. എന്നിട്ട് താഴോട്ട് 17-18 വാക്യത്തിലുണ്ട്, ഞാൻ സമ്പന്നൻ ധനവാനായിരിക്കുന്നു, എനിക്കൊന്നിനും ഇങ്ങനെല്ലാം പറഞ്ഞ് നീ അരിഷ്ടനും ദരിദ്രനും നഗ്നനും. അയ്യോ, എന്തോ ഒരു കാര്യമാണ്. ഈ പുള്ളി സമ്പന്നൻ, എനിക്കെല്ലാം അറിയാന്നുള്ള അഹമ്മതി പൗലോസിന്റെ ഭാഷ പറഞ്ഞ് അങ്ങ് ചീർത്ത് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു. ഇങ്ങനെയൊക്കെ പോയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ് കളയും. ഉമിണ് കളഞ്ഞിട്ടില്ല, ഇനി ഇങ്ങനെ പോയാൽ സ്തോത്രം ഉമിണ് കളയും. ഇന്ന് രാത്രി കൂടപ്പെട്ട് ദൈവകുഞ്ഞുങ്ങളോട് ദൂത് പറയുകയാണ്, ഇപ്പോഴത്തെ ഈ രീതി അനുസരിച്ച് പോയാൽ പലരെയും ദൈവം ഉമിണ് കളയും. മടങ്ങി വരാൻ, അനുദപിക്കുവാൻ, മനസ്താപപ്പെടുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ ദൈവം നമുക്ക് അവസരം തരിക. ആ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. കർത്താവിന് മഹത്വം. മുന്നറിയിപ്പ് കർത്താവ് തരിക. ആ ഭാഗത്തേക്കെല്ലാം ഞാൻ പോകുന്നില്ല. ഒടുവിലാണ്ട് കർത്താവ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പ്രമാണത്തിൽ നിന്നാൽ, വ്യവസ്ഥ പ്രകാരം നിന്നാൽ, ജയിച്ചു വന്നാൽ ഞാൻ എന്നോടുകൂടി എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ആ ഭാഗം അങ്ങനെ അങ്ങ് വിടട്ടെ. എനിക്ക് ആ ഭാഗത്തൊക്കെ നിന്ന് ധാരാളം സംസാരിച്ചേക്കുള്ള നദിയായ ആഗ്രഹം ഉണ്ടെങ്കിലും നിൽക്കുന്നില്ല. എന്തിനെയൊക്കെ ജയിക്കണം? ഒറ്റ വാക്കിൽ പറയാം, ജയിക്കാൻ എന്താ മാർഗം? ധാരാളം മാർഗങ്ങളുണ്ട് തിരുവചനത്തിൽ. അതിൻ്റെ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ഒരു മാർഗം ഇതേ ഉള്ളൂ, ജയിച്ചവന്റെ കൂടെ നിന്നോണം. ജയിച്ചവൻ ആരാണെന്ന് ഞാൻ പൊതുവെ പറയട്ടെ, നിങ്ങൾക്കറിയാം. കർത്താവാകുന്ന യേശു ക്രിസ്തു എന്തിനെ ജയിച്ചു? എല്ലാത്തിനെയും ജയിച്ചു. സ്തോത്ര. ഒടുവിൽ മരണത്തെയും ജയിച്ച് അവൻ മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചനെ തന്റെ മരണത്താൽ പരാജയപ്പെടുത്തി മരണഭീതികളിൽ അടിമപ്പെട്ട് കിടന്ന എന്നെയും നിന്നെയും രക്ഷിച്ച് അവൻ മരണത്തെ ജയിച്ച ഒരുവനേ ഉള്ളൂ, നസറായനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രിയിലും ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ഉറപ്പിച്ചിരിക്കുന്നത്, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ജീവിതത്തിൽ പരാജയത്തിന്റെ പടുകുടിയിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആത്മഹത്യ പരിഹാരമല്ല, നാടുവിടുന്ന പരിഹാരമല്ല, ഒളിച്ചിരിക്കുന്ന പരിഹാരമല്ല, വേദപുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞാൽ സാമാന്യങ്ങളുടെ ഇടയിൽ പോയി പ്രാർത്ഥിക്കുന്നത് പരിഹാരമല്ല, അവൻ മറ്റ് ആരും അറിയരുതെന്ന് ഓർത്ത് അവൻ ഓടി ഒളിക്കുന്നത് പരിഹാരമല്ല. പരിഹാരം യേശുവിന്റെ അടുക്കലുണ്ട്. സകലത്തെയും ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, എല്ലാറ്റിന്മേലും ജയമെടുത്ത നസറായൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആ കർത്താവിന്റെ തൃപ്പാദപീഠത്തിൽ അനുതാപത്തോടെ കടന്നു വന്നാൽ നിന്റെ പരാജയത്തെ മാറ്റി ദൈവം നിനക്ക് ജയം തരും. എല്ലാ വിഷയത്തിലും ജയം തരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ വീണ്ടും ചിന്തിക്കാം. എന്തിനെയൊക്കെ ജയിക്കണം? ഒന്ന്, ആ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേര്. വെളിപ്പാട് പുസ്തകം 2:2. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു കള്ളന്മാർ എന്ന് കണ്ടതും. അപ്പൊ ഒറ്റവാക്കി പറഞ്ഞ കള്ള അപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ച് ജയിച്ചോണം. അവരെയും അവരുടെ വിഷയങ്ങളെയും അവരുടെ പ്രവൃത്തികളെയും ഒക്കെ കണ്ടുപിടിച്ച് ജയിക്കണം. അതിനെങ്ങനെ ജയിക്കണം? തിരുവചന പ്രകാരം പരിശോധിച്ചാൽ മതി. ആരാണ് അപ്പോസ്തലൻ? നമുക്ക് എല്ലാവർക്കും അറിയാം, അയക്കപ്പെട്ടവരാ. ഒരു രാത്രി മുഴുവൻ നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ച 12 പേരെ തിരഞ്ഞെടുത്തത്. തന്നോട് കൂടെ ഇരുപ്പാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികളുടെ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുവാൻ, ദൈവത്തിന്റെ വചനം പ്രസംഗിപ്പാൻ കർത്താവ് ഇവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്റെ ലക്ഷണം തിരുവചനത്തിലുണ്ട്, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും. അപ്പോസ്തലൻ വന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നതായിട്ടാണ് തിരുവചനത്തിൽ. ഇന്ന് ചില നോട്ടീസുകളിലൊക്കെ ധാരാളം അപ്പോസ്തലന്മാരെന്ന് പേരൊക്കെ വെക്കാറുണ്ട്. ലക്ഷണമൊന്നും ഇപ്പൊ പറയുന്നില്ല. അപ്പോസ്തലൻ അയക്കപ്പെട്ടവൻ. ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചപ്പം പാസ്റ്റർ മാത്യു ശമ്പൽ ഭാഷക്കൊക്കെ അറിയാം. PG മാത്യു സാറിൻ്റെ ഫാദറിലോ ഉണ്ടായിരുന്ന MT മാത്യു, മൈക്ക് മത്തായച്ചൻ എന്ന
അപരനാമത്തിൽ അറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ, ഞാനും അറിയാം, എൻ്റെ അധ്യാപകനും കൂടായിരുന്നു. അപ്പൊ അച്ഛനൊരിക്കലെ വചനം അപ്പോസ്തോലൻ എന്ന വാക്കിൻ്റെ അർത്ഥം, അപ്പോൾ ഒരു കൂടെ പഠിച്ചൊരു സഹോദരൻ ദേശിക്കനാണ്. പുള്ളി പറഞ്ഞ്, ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, അപ്പോൾ സ്ഥലം വാങ്ങുന്നവനാണ് അപ്പോസ്തോലൻ. പുള്ളിയുടെ വ്യാഖ്യാനമാണ്. പൊടിരസം പറയുന്ന ആളാണ്. നിങ്ങളെ പോലെ ഞങ്ങൾ വന്ന് ചിരിച്ചു, പക്ഷെ ഇപ്പോ അത് ഏതാണ്ട് പരമാർത്ഥത്തിൽ വന്നിരിക്കുക. അപ്പോൾ കൂടെ വിദേശത്ത് വരിക, നാട്ടിൽ ചെല്ലുക, അപ്പോൾ സ്ഥലം വാങ്ങുക. അങ്ങനെ അപ്പോൾ കിട്ടിയ കാശ് കൊണ്ട് അപ്പോൾ അടാതിടങ്ങളിൽ സ്ഥലം വാങ്ങി പുള്ളി ദേശത്തെ അപ്പോ സ്ഥലനായി. അതാണ് അപ്പോ സ്ഥലം. അപ്പോസ്തലൻ അയക്കപ്പെട്ടവനാണ്. ഇനി അപ്പോസ്തലിക ശുശ്രൂഷ വിവരിക്കുന്നില്ല. ഒന്ന്, ഉപദേശപരമായ വിഷയത്തിൽ അറിവുള്ള ആളായിരിക്കണം. ഉപദേശം ചോദിക്കുമ്പോൾ ചോദിക്കുന്നവനെ ശാസിച്ചു മുങ്ങരുത്. എന്താ പാസ്റ്ററെ അതിന്റെ വിഷയം? യേശുവിന്റെ നാമത്തിൽ ചോദ്യം ചോദിച്ചു വരുന്ന എല്ലാ പോരുകളെയും പത്രോസ് പറഞ്ഞ, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോട് സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിപാദനം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്ന്. ഉടക്കുണ്ടാക്കാനല്ല, സൗമ്യതയോടെ. കർത്താവിന് മഹത്വം. വളരെ സൗമ്യതയോടെ. നിങ്ങൾക്ക് അറിവുള്ള കാര്യമാ, പ്രായമുള്ളവർക്ക് കുറച്ചുകൂടെ തിട്ടമാ. ഞാൻ കേട്ടറിവാണ്. പണ്ട് കേരളത്തിലെ ഒരു മനുഷ്യൻ, ഹൈന്ദവ സഹോദരൻ വന്ന് ക്രിസ്ത്യാനികൾക്കെതിരെ പ്രസംഗിച്ചു. പുള്ളി 16 ചോദ്യമാണ് ചോദിച്ച് ക്രിസ്ത്യാനികളോട്. 16 ചോദ്യം. ഒരു നമ്പ്യാതിരിയാണ്. 16 ചോദ്യം ചോദിച്ചു. അതിൽ ഓരോ ചോദ്യമുണ്ട്. അത് ഗഹനമേറിയ ചോദ്യമാണ്. കന്യക എങ്ങനെ ഗർഭിണിയാകും? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഇതുപോലെ 15 കൂടെ, മൊത്തം 16. കേരളത്തിലെ ക്രൈസ്തവരെ എല്ലാം വെല്ലുവിളിച്ച അദ്ദേഹം ചോദ്യം ഉന്നയിച്ചത്. ആരും മറുപടി പറഞ്ഞില്ല. കാലത്ത് തുണി കണ്ടമാനം തയ്പ്പിച്ച് വസ്ത്രം ധരിച്ചാലൊന്നും നമ്പ്യാരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ഒക്കുകയില്ല. ആവശ്യമില്ലാത്ത എല്ലാം കയ്യിൽ ഒക്കെ പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ടൊന്നും മറുപടി, വണ്ണം വെച്ചുകൊണ്ടോ ഡോക്ടറേറ്റ് എടുത്തുകൊണ്ടൊന്നും മറുപടി കൊടുത്തില്ല. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആരുമില്ല മറുപടി പറയാൻ. അപ്പോൾ അന്നത്തെ സഭയുടെ മേലധ്യക്ഷന്മാരെല്ലാം കൂടെ കൂട്ടം കൂടി വെച്ച് പറഞ്ഞ്, ഇങ്ങനെ നാടനീള പന്തൽ കെട്ടി ചോദ്യം ചോദിക്കുക. 16 ചോദ്യം. ആരും പറയുന്നില്ല. അപ്പോൾ അന്ന് സഭാമേലധ്യക്ഷന്മാരെല്ലാം കൂടെ ഒന്നിച്ച് കൂടിയേച്ചേ പറഞ്ഞതിന് പരിഹാരം മറുപടി കൊടുക്കാൻ ഒരാളേ ഉള്ളൂ. കുന്നപ്പുറത്ത് സൈമൺ, കൊച്ചു സൈമൺ, അദ്ദേഹം സാറ് എന്ന് മദ്രാസിൽ യോഗം നടത്തുകാരെന്ന. അന്നത്തെ കാലത്ത് കമ്പി അടിച്ചു. സൈമൺ സാറിനെ കൊണ്ടുവന്നു. തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടു, ചോദ്യമെല്ലാം എഴുതിക്കൊണ്ട് വരാൻ. ശിഷ്യന്മാര് കടന്നു ചെന്ന് നമ്പ്യാരുടെ 16 ചോദ്യവും പ്രസംഗിക്കുന്നിടത്ത് പോയി നിന്ന് കേട്ട് എഴുതിക്കൊണ്ടുവന്നു. 1 മാസം സാറ് അക്ഷരം മിണ്ടിയില്ല. അന്ന് മാർത്തോമാ പുലാത്തിന് വെച്ച കാര്യങ്ങളൊക്കെ ധാരണ വന്നത്. അതിൻ്റെ ദൈവത്തിൻ്റെ നീതിയുണ്ട്. പണ്ട് ഈ മാർത്തോമാ പുലാത്തിൽ നിന്ന് സാറിനെ ആട്ടി ഓടിച്ചതാണ്. അവർ തന്നെ തിരിച്ച് വിളിച്ചെന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ദൈവം ചെയ്യും. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. സാറിനെ ആട്ടി വിട്ടു, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, മുടക്കിയതാണ്. അവർ തന്നെ പുള്ളിയെ തിരിച്ച്, ഞാൻ അനുഭവത്തിൽ നിന്ന് പറയാം, നമുക്കെതിരെ ആക്ഷേപങ്ങളോ അപവാദങ്ങളോ നിന്ദകളോ പരിഹാസം വരുമ്പോൾ മറുപടിക്കൊന്നും പോകരുത്, തെളിയിക്കാനും പോകരുത്, ഉടക്കുണ്ടാക്കാനും പോകരുത്. എൻ്റെ അനുഭവം, മുട്ടുമടക്കി പ്രാർത്ഥിച്ചോണം. നീതിയോടെ വിധിക്കുന്നൊരു ദൈവമുണ്ട്. ഈ അടുത്ത കാലത്തും പേര് പറയത്തില്ല. ഞാൻ പേര് പറയുന്നത് എനിക്ക് അത്ര തൃപ്തിയല്ല. പിന്നെ അതാരാന്ന് നിർബന്ധമായിട്ട് അറിയണേ യോഗം കഴിഞ്ഞ് വന്നാൽ പറയാം. അത് മൊബൈൽ ഓഫ് ആക്കി വെച്ച് പറഞ്ഞു. എനിക്കിപ്പോൾ ആരും വിശ്വാസമില്ലാതെ ഞാനും നടക്കുന്നത്. അതെ, സത്യമായ കാര്യമാണ് ഇനി പറയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒക്കലോമായി വന്നത് കഴിഞ്ഞ് കാനഡയിലൊന്ന് പോയ ചരിത്രവും സ്ഥലവും പറയല്ല. അപ്പം നാട്ടിൽ നിന്നൊരു സഹോദരൻ ഇച്ചിരി കാര്യങ്ങളൊക്കെ എഴുതി. നാട്ടിലുള്ളതാണ്, ഇവിടുത്തെ അല്ലേ. ഒരു സഹോദരനൊക്കെ എഴുതി വേറൊരാൾക്ക് പേഴ്സണലി എഴുതി വിട്ടതാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ കാര്യം പറഞ്ഞത് ഇന്നതുപോലൊക്കെ എഴുതി. ഞാൻ പറഞ്ഞു, ഓ അത് അറിവില്ലായ്മ കൊണ്ട് എഴുതിയത്, അങ്ങ് വിട്ടുകള, പുള്ളിയുടെ ഭോഷത്വമാണ്. അല്ല, നമുക്കത് ഞാൻ ഒന്നും പ്രതികരിക്കണ്ട, വിട്ടുകള, സഹോദരനല്ലേ, ക്ഷമിക്ക്, അങ്ങനല്ലേ കർത്താവ് പഠിപ്പിച്ചേ. ചില കാര്യം എന്നെ ഞാനും കണ്ടു, ഞാൻ സ്വോത്രം ചെയ്തങ്ങ് വിട്ടു. ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഞാനിത് അറിഞ്ഞ മറ്റൊന്നും കാണിച്ചില്ല, കാണിക്കേണ്ട കാര്യമില്ല. നാട്ടിൽ കൂടെ ഞാനൊരു ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ഈ സഹോദരൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. ഞാൻ വണ്ടി ഓടിച്ച സ്വന്തം വണ്ടി അവിടെ നിർത്താൻ പറഞ്ഞു.
വണ്ടി നിർത്തി കൈ കൊടുത്തു. സ്തോത്രം. എന്തുകൊണ്ട് മോനെ എന്നേക്കാൾ അല്പം ഇളയതാ. എന്തുകൊണ്ട് മോനെ വിശേഷം? ഒന്നുമില്ല അച്ഛാ, നമ്മുടെ ശൈലി അതാണല്ലോ. കണ്ടോ ആ മണ്ടം പാര വെച്ച് കാണുക. കാരണം ഈ ദൈവം തമ്പുരാൻ ഈ ചിറിക്ക് അസ്ഥി വെച്ചിട്ടില്ല. ഇത് വെച്ച് വിടുകാരനെ ചിരിക്കാനൊക്കത്തില്ല. നമ്മളെ എല്ലാം ദൈവത്തിന് നന്നായിട്ട് അറിയാമല്ലോ. കുഞ്ചായ തപ്പി നോക്കിയാൽ ചെറിക്ക് അസ്ഥി ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ചിരി ആ ഇരിപ്പുമൊക്കെ കണ്ടോ? അസ്ഥി വെക്കാത്തതുകൊണ്ടാ. അത് ദൈവത്തിനറിയാം. അസ്ഥി വെക്കാന്ന് വലിയ ബുദ്ധിമുട്ടാച്ചിരിക്കാൻ. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് മോനെ? എന്തുകൊണ്ടാ? ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. എവിടെ പോകുന്നു? ഇന്നടത്തോട്ട് പോകും. ഞാനതില്ല, വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞു. എഴുതിയ എന്തിനാന്ന് ചോദിച്ചില്ല, ഒരു ഭാവം. ഞാനൊന്നും പറഞ്ഞു ഇപ്പോൾ ഇതുവരെ. കയറാൻ പറഞ്ഞു. കയറി വിശേഷമൊക്കെ തിരക്കി സ്തോത്രമെല്ലാം പറഞ്ഞു. വളരെ സന്തോഷം. അവിടെ കൊണ്ടിറക്കി. പിന്നെ അങ്ങനെ എന്തിനാ പച്ചയ്ക്ക് പറയുന്നത്? ഇനി പറഞ്ഞേക്കാം. എന്നാ സ്തോത്രാഴ്ചയും കൊടുത്തു. നാളെയും ചെയ്യും. ഞാൻ പഠിച്ച പ്രമാണവും കർത്താവ് കാണിച്ചതും തിന്മയെ തിന്മ കൊണ്ടല്ല, നന്മ കൊണ്ട് ജയിക്കണം. നിങ്ങൾക്കെതിരെ നിനക്കെതിരെ ആക്ഷേപങ്ങളും എതിരുകളും പോരാട്ടങ്ങളും വരെ മറുപടിക്ക് പോകരുത്, വഴക്കുണ്ടാക്കരുത്, കേസിന് പോകരുത്, തിരിച്ചറിയരുത്, തിരിച്ച് പ്രതികരിക്കരുത്. അവൻ സകലതും പരിഹരിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. തക്ക സമയത്ത് ദൈവം അത്ഭുതം ചെയ്തോളൂ. എന്നേക്കാൾ നന്നായിട്ട് അനുഭവം ഞാനുള്ളവരാ നിങ്ങൾ പലരും. അപ്പൊ സാറിന്റെ പണ്ട് പുലാത്തിൽ നിന്ന് ഇറക്കി വിട്ടതാ. അവര് തന്നെ തിരിച്ചു വിളിച്ചു. എന്തിനേറെ വിസ്തരിക്കാൻ നേരമില്ല. സാറ് ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടു, പോയി കേട്ടച്ചു വരാൻ പറഞ്ഞു. അവര് പോയി കുറിച്ചെടുത്ത് 16 ചോദ്യം സാറിൻ്റെ കൊണ്ട് കൊടുത്തു. 1 മാസം സാറ് മിണ്ടിയില്ല. അപ്പം വീണ്ടും വിളിച്ചു. എന്താ ഇതിനാ ഖണ്ഡനം നടത്താത്തത്? അപ്പം ഈ 1 മാസം കൊണ്ട് സാറ് ഈ പുരാണങ്ങളെല്ലാം ഹൃദിസ്ഥമാക്കി. 10-18 പുരാണം ഉണ്ടല്ലോ, അത് മുഴുവൻ സാറ് ഹൃദിസ്ഥമാക്കി. എന്നുവെച്ചാൽ 18 ഖണ്ഡന പ്രസംഗം. അധികം വിവരിക്കുന്നില്ല. നിങ്ങളും പറയും അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ ഞങ്ങൾ നടത്തിയ ഞങ്ങേര് സൈമൺ സാറിനെ പറഞ്ഞേച്ച് പോയി യേശുവിനെ പറ്റി. അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക. സാറ് ചോദ്യം ചോദിക്കാൻ പറഞ്ഞ് 2 പേരും നേർക്ക് നിന്ന് 16 ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചു. 16 എണ്ണത്തിനും സൗമ്യമായി, അത് പറയാനാ, ഭക്തിയോടെ സൗമ്യമായിട്ട് 16നും മറുപടി കൊടുത്തു. എന്നുവെച്ചാൽ ഒരു 32 ചോദ്യം അങ്ങോട്ടും ചോദിച്ചു. ഒരെണ്ണത്തിന് മറുപടി പറഞ്ഞില്ല. അവസാനം കയ്യിലൊരു ഗ്രന്ഥക്കെട്ടും ഉണ്ടായിരുന്നെന്നാ. ഇതെന്നോട് പറഞ്ഞു തന്നത് സാറിൻ്റെ സന്തതസഹചാരിയായിട്ട് നടന്നൊരു അപ്പച്ചനുണ്ടായിരുന്നു, മരിച്ചുപോയി. ഞാൻ 25 കൊല്ലം മുമ്പ് കാണാൻ ചെല്ലുമ്പോൾ 10-98 വയസ്സുണ്ട്. കൊറമല മത്തായിച്ചൻ അച്ചാന എന്നോട് പറഞ്ഞത്. അച്ചാന വന്ന് ചെറുപ്പമാണ്. 32 ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. ഒരെണ്ണത്തിന് മറുപടി കൊടുത്തില്ല. ഒരു ഗ്രന്ഥക്കെട്ടുമായിട്ട് ഇറങ്ങിയ ഉടനെ സാർ അങ്ങോട്ട് ചെന്ന് കൈക്ക് കയറി പിടിച്ച് കെട്ടിപ്പിടിച്ച് ഒരു ചുംബനം കൊടുത്തു. അതാ ഭക്തന്മാരുടെ ലക്ഷണം. പിന്നെ സാറ് നിമിഷകവിയല്ലേ, ഒരു പാട്ടുമൊക്കെ ഉടനെ അങ്ങ് പാടി. ഇതൊന്ന് നിർത്താന്നേ അങ്ങനെ ആ പാട്ട് വേണം. കാരണം അത് മാത്രം എടുത്തിട്ട് അമ്മാനെ പാടും. നോക്കത്തില്ലല്ലോ. നിങ്ങൾ രാവിലെ ആരാധന ആരംഭിക്കും, മറ്റവര് വൈകിട്ട് രണ്ടിടത്ത് ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്യാം. അപ്പൊ ഈ ഓത്തരാഴ്ച കിട്ടും പുതിയൊരു വേലയാണെന്നല്ല. സാറും പാടിയ പാട്ട് നമുക്കെല്ലാം മനപ്പാഠമാണ്. വേല എന്ന് ചൊല്ലി വേലയില്ലാത്ത പോലെ 4 പാഠം തുറന്നു ഇരുട്ടില്ല കേട്ടോ. വേല എന്നു ചൊല്ലി വേലയില്ലാത്ത പോലെ 4 പാഠം തുറന്നുള്ള ജാല ചൂപിച്ചേരെ കൊണ്ടുവാ നീ ഈ പാട്ടിക്കേളെ കൊണ്ടുവാ അസലായി കാട്ടിക്കണം ഡ്രസ് നന്നായിരിക്കണം. അസലായി കാട്ടിക്കണം ഡ്രസ് നന്നായിരിക്കണം. വാസ്തു തന്നെ ദൈവമെന്ന് തീർത്തു വയ്ക്കും ശരന്മാരെ കൊണ്ടുവാ നീ ഈ പാട്ടിക്കേളെ കൊണ്ടുവാ. അപ്പോൾ കർത്താവിന്റെ ദാസന്മാർ അപ്പോസ്തലന്മാർ ഉപദേശകരായ വിഷയത്തിൽ അറിവ് വേണം. 2 സഭയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ പ്രീതിപ്പിക്കുകയല്ല, ഒന്നിപ്പിക്കണം. അറിയാമല്ലോ, വിസ്തരിക്കേണ്ട ആദിമസഭയിൽ പ്രശ്നം യവനായ സ്ത്രീകളും എബ്രായ സ്ത്രീകളും പ്രശ്നം രൂക്ഷമായി. വിഷയങ്ങൾ അപ്പോസ്തലന്മാരുടെ അടുക്കലെത്തി.
മേശമേലുള്ള വിഷയം രണ്ടാശയമാണ് മേശയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഭക്ഷണ വിഷയം, രണ്ട് ധനപരം. നമുക്ക് ഇഷ്ടവും മനസ്സിലാകുന്ന കാര്യം പറഞ്ഞാൽ ഭക്ഷണം മനസ്സിലാക്കാം. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായിട്ട് വിചാരിക്കുന്നു. അവിടെ ഞങ്ങൾ യവനാശയിൽ ഇന്നലെ ഒരു കമ്മിറ്റി കൂടി, എഴുതിയിട്ടില്ലെങ്കിൽ ഒരു ആശയം കമ്മിറ്റി കൂടി. ഞങ്ങളുടെ സഹോദരിമാർക്ക് ബില്ല് പാസ്സാക്കി. അയക്കുവാ ഇപ്പം വിളമ്പുന്ന കാര്യം വിളമ്പണ്ട, അടുത്ത അയക്കുന്നത് പത്രോസന്. അപ്പൊ പത്രോസ് പറഞ്ഞത് പദമുണ്ട്, ദൈവവചനം ഉപേക്ഷിച്ച് മേശമേലെ ശുശ്രൂഷിക്കുന്നത് ഞങ്ങൾക്ക് വിഹിതമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇടയ്ക്ക് നിന്ന് ജ്ഞാനവും നല്ല സാക്ഷ്യവും, അതായത് നല്ല സാക്ഷ്യം എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ്. ജ്ഞാനവും നല്ല സാക്ഷ്യവും പരിശുദ്ധാത്മ നിറവുള്ള 7 പേരെ തെരഞ്ഞെടുക്കട്ടെ. അവര് മേശമേൽ ശുശ്രൂഷിക്കട്ടെ. അടുത്ത മനഃപാഠമാണ്. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിൽ ഉദ്ധരിക്കും. എന്തിനേറെ ആ പ്രശ്നം പരിഹരിച്ചു കൊടുത്തു. അതാ അപ്പോസ്തലിക ശുശ്രൂഷ. സഭയിൽ കലക്കമുണ്ടാക്കുകയല്ല, ഭിന്നിപ്പുണ്ടാക്കുകയല്ല, കുത്തിത്തിരിപ്പുണ്ടാക്കുകയല്ല, പക്ഷം പിടിക്കുകയല്ല, കക്ഷി ചേർക്കുകയല്ല, പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒന്നിപ്പിക്കണം. അതാ അപ്പോസ്തലിക ശുശ്രൂഷ. അപ്പൊ ഇങ്ങനെയുള്ള കള്ളയപ്പോസ്തലന്മാരെ, ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന കള്ളയപ്പോസ്തലന്മാരെ അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ കണ്ടുപിടിച്ച് ദൈവകുഞ്ഞുങ്ങൾ ജയിക്കണം. അങ്ങനെ ജയിച്ചു വന്നാൽ അവന്റെ കൂടെ സിംഹാസനത്തിൽ ഇരിക്കാം. 7 കൂട്ടം കാര്യമാണ് പറയേണ്ടത്. എല്ലാം പറയുന്നതിന് ഒരു കാര്യം കൂടെ പറയാം, അതിനെ സമയം അനുവദിക്കുള്ളൂ മിക്കവാറും. ആ 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യം ഒന്ന് വായിച്ചേ. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പണം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പണം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇളച്ചു വെപ്പാൻ ബാലാക്കിനെ ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്ക്. അപ്പോൾ 2 ബിലെയാമിന്റെ ഉപദേശങ്ങളെ കണ്ടുപിടിച്ചതിനെ ജയിച്ചോണം. എന്താ ഈ ബിലെയാമിന്റെ ഉപദേശം? നിങ്ങൾക്കെല്ലാം വചനത്തിൽ ചിത്രമുള്ളവരെ ബിലെയാമിനെ തെറ്റി പുതിയ നിയമത്തിൽ ഈ വിഷയത്തെ തെറ്റി 3 പദമാണ്. 1 ബിലെയാമിന്റെ വഴി, 2 ബിലെയാമിന്റെ വഞ്ചന, 3 ബിലെയാമിന്റെ ഉപദേശം. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യം. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലെയാമിന്റെ വഞ്ചനയിൽ. ഇവിടെ ബിലെയാമിന്റെ വഞ്ചന. പത്രോസിന്റെ ലേഖനത്തിൽ ബിലെയാമിന്റെ വഴി, യൂദയുടെ ലേഖനത്തിൽ ബിലെയാമിന്റെ വഞ്ചന. മുമ്പേ വായിച്ചല്ലോ, വെളിപ്പാട് പുസ്തകം 2:15 ബിലെയാമിന്റെ ഉപദേശം. അപ്പോൾ വഴി, വഞ്ചന, ഉപദേശം. ബിലെയാമിന്റെ വഴി, ബിലെയാമിന്റെ വഞ്ചന, ബിലെയാമിന്റെ ഉപദേശം. ഇത് സഭയ്ക്കകത്തുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. എന്തുവാ ഈ ബിലെയാമിന്റെ വഴിയും വഞ്ചനയും ഉപദേശവും? ഇതിന്റെ പശ്ചാത്തല ഭാഗം കിടക്കുന്നത് നമുക്കറിയാം. സംഖ്യാപുസ്തകം 22, 23, 24 അധ്യായങ്ങളിലും റിസൾട്ട് 25-ലുമാണ്. ആ ഭാഗം ഒന്ന് ശാന്തമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ഇസ്രായേൽ മക്കളെ യാത്ര ചെയ്ത് മോവാബ് സമഭൂമിയിൽ വന്ന് പ്രാളയമടിച്ച് കിടക്കുക. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് യെരിഹോവിന്റെ സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേൽ അമ്മയോരോട് ചെയ്തൊക്കെ. അപ്പോൾ മോവാബിൽ വന്ന് പാളയമിറങ്ങി ഇസ്രായേൽ. ഏതാണ്ട് 41-ാമത്തെ പാളയമാണ്. 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ചെന്ന്. ശരിക്കും പഠിച്ചാൽ 49 ഇടങ്ങളിൽ പാളയമടിച്ചു. ഒരു 7 സ്ഥലം വീണ്ടും അടിച്ചതാണ്. അപ്പോൾ 41 പാളയമാണ്, 42 പാളയം, 40 കൊല്ലം കൊണ്ട്. മിസ്രൈമിൽ റമസേസ് എന്നാണ് ഇവരിറങ്ങിയത്. റമസേസ്, സുക്കോത്ത്, ഏതാര്, പീതാര്, ചെങ്കടൽ, അക്കരെ, ഷൂറ, മാറ, എലിയമ, അർണോൻ, പാറാൻ മരുഭൂമി, കയറ്റം, രബീ മരുഭൂമി, സീൻ കയറ്റം, സീൻ മല, ഇങ്ങനെ 42 പാളയമാണ്. അപ്പോൾ മിസ്രൈമിൽ റമസേസ് ഇറങ്ങി ഇങ്ങനെ പാളയം പിടിക്കുമ്പോൾ 41-ാമത്തെ പാളയമാണ് മോവാബ് സമഭൂമി. പാളയം വന്നടിച്ചു. ഈ ഇസ്രായേൽ വന്ന് പാളയം അടിച്ചപ്പോൾ ആ നാട്ടിലെ രാജാവാകുന്ന ബാലാക്ക് ഇത് കണ്ടവൻ പേടിച്ചു. പേടിക്കാൻ 3 കാര്യമാണ്. 1, ഇവര് അമോര്യരോട് ചെയ്തതെല്ലാം ബാലാക്ക് അറിഞ്ഞു. 2, ജനം വളരെയാ. 3-ാമത്തെ ഒരു പോയിന്റ്, അത് ബിലെയാം പ്രവചിക്കുന്ന ഒരു ഭാഗമാണ്. ആ സംഖ്യാപുസ്തകം
23-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം വായിക്കണം. ഞാൻ പറയുന്നത് പോലെ തന്നെ വായിക്കുന്നുണ്ട്, മേലിലും അങ്ങനെ ആയിരിക്കണം. 23-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. കാട്ടുപോത്തിന് തുല്യമായ ബലം അവന് ഉണ്ട്. മതി. അവൾ പേടിക്കാൻ 3 കാരണം. അത് 2 കാരണമാണ് 22-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ. വായിരേ. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് യെരിഹോവിന്റെ സമീപത്തെ യോർദാൻ അക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേൽ അമ്മോരോട് ചെയ്തൊക്കെയും ഇസ്രായേൽ മക്കൾ അമോര്യരോട് ചെയ്തതൊക്കെയും സിപ്പോരിന്റെ മകനായ ബാലാക്ക് അമോര്യരോട് ചെയ്തതെല്ലാം അറിഞ്ഞു. ദൈവകുഞ്ഞുങ്ങൾ നല്ല കാര്യം ചെയ്താലും ചീത്തക്കാരും ചെയ്താലും എല്ലാവരും അറിയും. ഇപ്പൊ ഒരു സ്വോത്ര കാഴ്ച എടുത്തു, എല്ലാവരും അറിഞ്ഞിരിക്കുക എന്തിനാണെന്ന്. അതെല്ലാവരും അറിയണം, നല്ലതാ. ഈ യോഗം കഴിഞ്ഞ് തമ്മിൽ തന്നെ ഉണ്ടാക്കിയാലോ, അതും അറിയും. നാട്ടിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയും, ചില പറയണ്ടോ, യോ ആ സഹോദരി അമ്മായിയമ്മയെ ശുശ്രൂഷിക്കുന്ന നല്ലൊരു സഹോദരി, അമ്മ എത്രയോ വർഷം ദീനമായി കിടന്ന സഹോദരി, യാതൊരു വെറുപ്പോ ഒരു പരിഭവം കൂടാതെ അമ്മേ അറിയണം. ചില താമസിക്കും, എന്നാലും അറിയും. തല്ലി ഇറക്കി വിട്ടാലോ, അതും അറിയും. അങ്ങനെയുള്ളവരോട് നമ്മൾ പ്രവർത്തനത്തിന് പോയാലോ, തമ്പിയുടെ ഹൃദയം ട്രാക്ട് അവനാ മുന്നിൽ. അയ്യോ, ഞങ്ങളൊരിക്കൽ ട്രാക്ട് ടീം പ്രവർത്തനം ഉണ്ടായിരുന്നു. CV ജോണപ്പച്ചനായിരുന്നു രക്ഷാധികാരി, ചാനേശ്വരി സെൻട്രൽ പാസ്റ്റർ. എന്നെ ഡയറക്ടറും ആക്കി. ഞങ്ങൾ ഒരിക്കൽ പ്രവർത്തനം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ, സ്ഥലം പറയുന്നില്ല, സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ ഒരു സഹോദരനും കൂടെ ഞങ്ങളുടെ കൂടെ വഴികാട്ടി. ഞങ്ങൾക്ക് തിട്ടമില്ലല്ലോ വീടുകൾ, ഞങ്ങൾ അവനുമുണ്ട് മുന്നേ. എൻ്റെ കയ്യിലും ലഘുലേഖയുണ്ട്, കൂടെ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഉണ്ട്, ഞങ്ങളുമുണ്ട്, അവനും കൂടെയുണ്ട്. നടന്നങ്ങോട്ട് ചെന്നപ്പം ഒരു വീട്ടോട്ട് കയറാമെന്ന് പറഞ്ഞു. നല്ല ഉച്ച സമയം, നടന്ന് ക്ഷീണിച്ച് വെയിലുമൊക്കെ കൊണ്ടാണ് ഞങ്ങളും ചെന്നത്. ആട്ടെന്ന് പറഞ്ഞു കയറി. നല്ലൊരു മനുഷ്യരാണ്. ഞങ്ങളെ കണ്ടിട്ട് വന്നാട്ടെന്ന് പറഞ്ഞു. ഒരു അപ്പച്ചൻ പ്രായമുണ്ട്, കയറിയിരുന്നാട്ട്. അപ്പോൾ ഒരു പഴയ തറവാട. ഇപ്പോൾ ഓർക്കുന്ന മുറ്റത്തൊരു ചെറുനാരകം പടന്ന് കിടക്കുക, ഇഷ്ടം പോലെ നാരങ്ങ. കയറിയിരുന്നാട്ട് ഉപദേശിമാരല്ലയോ? ഞാൻ പറഞ്ഞു അതെ, ഇരുന്നാട്ട്. അപ്പം ഞങ്ങൾ രണ്ടുമാണ് കയറിയത്. യവൻ വേറൊരാളോട് കാട്ടാൻ വന്ന പുള്ളി വേറൊരാളോട് വർത്താനം പറഞ്ഞ് കയറിക്കോ വന്നേക്കാന്ന് പറഞ്ഞു. കയറിയിരുന്നു. അപ്പം അപ്പച്ചൻ പറഞ്ഞു, അമ്മയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഭാര്യയെ വിളിച്ചു, എടീ നാരങ്ങ വെള്ളം കൊടുക്കാൻ പറഞ്ഞു. കണ്ടുകൊണ്ടിരിക്കുക അമ്മ മുറ്റത്തോട്ടിറങ്ങി നാരകത്തിൽ നിന്ന് 2 നാരങ്ങ പറിച്ചു. നല്ല മണം, പച്ചയല്ലേ. അത് അകത്ത് തന്നെ മുറിച്ചപ്പം മണം അടിക്കുന്നുണ്ട്. മനുഷ്യനൊരു കുളിർമ. വെള്ളം കുടിക്കാൻ നേരത്തെ ഓർത്തതായാൽ വീട്ടുകാർ വെള്ളം തരികയാണല്ലോ, അത് നല്ല നാരങ്ങ വെള്ളം. അതെല്ലാം കലക്കി ട്രേക്കകത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഈ നെടുനീളമാണ് അടുക്കളയിലോട്ടുള്ള വഴി കാണാം. ഞങ്ങളിരിക്കുന്നിടത്ത് നിന്ന് വെള്ളമായിട്ട് വന്നപ്പം കൂടെ വഴികാട്ടാൻ വന്നവൻ കയറി വന്നു. അപ്പം ഈ അപ്പൻ ചോദിച്ചു, ഏവൻ? ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഉള്ളതാ. എഴുന്നേക്ക് പോ. അപ്പം വെള്ളമായിട്ട് വന്ന് വെള്ളം കൊണ്ട് പോ. തെയ്യമേ, ഈ ഗതികേട് പിടിച്ചതിനോടെ പോയതുകൊണ്ട് വെള്ളം കുടിക്കാൻ പോലും. പിന്നീട് അറിഞ്ഞു യവൻ ഇവരുടെ അതിര് തർക്കത്തിരിക്കുക. എന്നാൽ ഈ വല ഞങ്ങളുടെ കൂടെ വരാതിരിക്കണ്ടേ? അവിടെ വന്ന പറഞ്ഞാൽ പോരാ, നിങ്ങൾ പോയിച്ചു വാ, എനിക്ക് അങ്ങോട്ട് വരാൻ നടത്തിപ്പ്. ഞങ്ങൾ ആ നാരങ്ങ വെള്ളം കുടിക്കുകയല്ലേ അല്ലേ? ഇത്ര ഗുണം വരാത്തവന്മാർ ആത്മീക ലോകത്തും ഉണ്ട്. അവൻ സഭയെ വന്നാൽ ഒരെണ്ണം സഭയെ കയറുകയല്ല. ഇവൻ അടക്കോഴി ഇരിക്കുമ്പോൾ ഒരു മുട്ട ഇടുകയില്ല, വേറൊരു കോഴിയെ കയറ്റി എന്നുവെച്ചാൽ പഴയ ചർത്തം 82 ഞാൻ 2 മുട്ട കിട്ടപ്പോൾ കവളുമൊക്കെ വീർപ്പിച്ചിരിക്കുക. 82 മുട്ട, എന്നിട്ട് ആകെ 2 മുട്ടയാ കടിഞ്ഞു മുട്ട. എന്തിനു കൊള്ളാം? ഓംപ്ലേറ്റ് അടിക്കാൻ കൊള്ളേ വേറെ ചുമ്മാ 82 മുട്ട. കർത്താവ് പഠിപ്പിച്ചത് പറഞ്ഞെന്ന് ചോദിച്ചു, ഇപ്പൊ പിടിച്ച വല്ലതും ഉണ്ടോ? ഇപ്പൊ നിന്റെ സ്ഥിതി എങ്ങനാ? സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം അങ്ങ് വിടുക. നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും നാട്ടുകാരറിയും. ഒന്ന്, അമോര്യരോട് ചെയ്തതെല്ലാം ബാലാക്ക് അറിഞ്ഞു. 2, ആ പദം ഒന്ന് വായിച്ചത് യുവരാസനെ. അടുത്തൊരു പദം, ജനം വളരെ എന്നൊരു പദമുണ്ട്. ഞങ്ങളോട് കൂടെ 22-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ കിടപ്പുണ്ടല്ലോ, ജനം വളരെ ആയിരുന്നു എന്നൊരു പദമുണ്ട്. ജനം വളരെ ആയിരുന്നത് കൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ഭയപ്പെടാൻ 3 കാരണമാണ്. ഒന്ന്, അമോര്യരോട് ചെയ്തതല്ല ഇവൻ അറിഞ്ഞു. ഇടയ്ക്ക് വേറെ ശ്രദ്ധയ്ക്ക് പോകരുതേ.
കൂടെ എങ്ങോട്ടോ തിരിഞ്ഞതാ. പണ്ട് ഉമ്മനാട് കൺവെൻഷൻ നടക്കാൻ നിങ്ങളും പലത് കാണും. അന്ന് ആ സുനാമി അടിച്ച വർഷമാണ്. മേക്കാട്ട് ബേച്ചാന അന്നത്തെ ഉദ്ഘാടനം കഴിഞ്ഞ പാസ്റ്റുണ്ട്. അപ്പം ഉറവ തുറന്ന കാര്യം അദ്ദേഹം പ്രസംഗിച്ചു. മേളിലെ തുറവ തുറന്ന് വായിക്കാൻ പറഞ്ഞു, അടിയിലെ തുറവ തുറന്ന് വായിക്കാൻ പറഞ്ഞു. അതൊക്കെ യോബിൻ്റെ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം അഭിഷേകം എടുത്ത് പറയാം, നന്നായിട്ട് അവതരിപ്പിക്കുക. ഞാനും ഇരിപ്പുണ്ട്. അപ്പോൾ ഉൽപ്പത്തിയിലെ വാക്യം വായിക്കാൻ പറഞ്ഞു. ഉൽപ്പത്തിയിലെ വാക്യം വായിച്ചു. ഇനി യോബിൻ്റെ പുസ്തകത്തിലെ വാക്യം വായിക്കാൻ പറഞ്ഞു, 38-ാം അധ്യായം. അതും അങ്ങോട്ട് പറഞ്ഞു വന്നും പറഞ്ഞു. ആഗ്നേയത്തിൻ്റെ 14-ാം വാക്യം വായിക്കാൻ പറഞ്ഞു. അപ്പം കക്ഷി വായിച്ച പുള്ളി ഉൽപ്പത്തി 38-ന്റെ 14 വായിച്ചു. താമാർ അവൻ്റെ അടുക്ക വന്നപ്പം ഞാൻ ചോദിച്ചു, താമാർ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നെന്ന് ചോദിച്ചു. ഇപ്പം ഉറവയുടെ കാര്യമല്ലേ പറയുന്നത്, ഞാനിപ്പോൾ കൊടുക്കുന്നു പറഞ്ഞതാ. താമാർ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട്? അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണേ. അപ്പൊ 3 കാര്യമാണ് പേടിക്കാനുള്ള കാരണം. 1, ആ ജനം വളരെ ആയിരുന്നു. 2, അമോര്യരോട് ചെയ്തതെല്ലാം ഇവൻ അറിഞ്ഞു. 3, ആ 3-ാമത്തെ പദമ എന്നെ ഒന്നുകൂടെ ചലഞ്ച് ചെയ്തത്. കർത്താവിന് മഹത്വം. അവൻ 23-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിന്റെ 2-ാം ഭാഗമായി ചെയ്ത യുദാസനെ, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്കത്തെ ഭാഗമൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല. ഇസ്രായേൽ മക്കളെ പറ്റി അവരെ നോക്കിയേച്ച് ബിലയാം പ്രവചിച്ച പ്രവചന ഭാഗത്തിൽ ഒരു പദമ, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട് ഇസ്രായേലിന്. വിഷയം വിട്ടുപോകുക എന്ന് എനിക്കറിയാം. നിങ്ങൾ ചിന്തിക്കും 7 പോയിന്റ് പറഞ്ഞിട്ട് പുള്ളി ഒന്നും പറഞ്ഞില്ലല്ലോ. പോയിന്റ് അല്ല വിഷയം, ദൈവം വിവേചിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇസ്രായേൽ മക്കളെ പറ്റി പറഞ്ഞൊരു സാക്ഷ്യമാ, കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട് ഇസ്രായേലിന്. ശ്രദ്ധിക്കുക, 23-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ ഇവരെ പറ്റി പറയാ, കാട്ടുപോത്തിന് തുല്യമായ ബലം. അപ്പോൾ തന്നെ 21-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇവരെ പറ്റി ക്ഷീണിച്ചെന്നൊരു പദമുണ്ട്. വായിച്ച 21:4. പിന്നെ അവർ ഏതോം ദേശത്ത് ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ഞങ്ങളുടെ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴിനപത്ത് ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. അപ്പൊ അവിടെ ക്ഷീണിച്ചു. അവൾ 21:4 ക്ഷീണിച്ചെന്ന. പക്ഷെ 23-ന്റെ 22-ൽ കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട് എന്ന് പറഞ്ഞാൽ 21-ൽ ക്ഷീണിച്ചവർ 23-ൽ വന്നപ്പോൾ കാട്ടുപോത്തിന് തുല്യ ബലമുണ്ടായി. ഏത് മനുഷ്യനും ക്ഷീണം വരാം, മനുഷ്യനല്ലേ, ക്ഷീണിക്കാം. തിരുവചനം പഠിച്ചാൽ ഭക്തന്മാര് തന്നെ പലരും ക്ഷീണിച്ച രംഗങ്ങളുണ്ട്. ഏലിയാവ് ഒരിക്കലും ക്ഷീണിച്ചിട്ടും കൂടെ ആ ഒരു പദം പറഞ്ഞത്, മതി യഹോവേ എന്നെ ഇനി അങ്ങ്. ഇസബേലിന്റെ വാക്ക് കേട്ട് ഭയപ്പെട്ട് ക്ഷീണിച്ചു. ആഹാബിന്റെ മുഖത്ത് നോക്കി ദൂത് പറഞ്ഞവനാ. പക്ഷെ ഒരു സ്ത്രീയുടെ വാക്കിൽ അതിനെപ്പറ്റി ഒരു ചരിത്രം പറയുന്നത്, ഈ ക്ഷീണിച്ച് പേടിക്കാനുള്ള കാരണം ഇസബേല് ക്ഷുദ്രം ചെയ്യുന്നവളായിരുന്നെന്ന്. സീദോന്യ രാജാവാക്കുന്ന ഇക്ബാലിന്റെ പുത്രിയാണല്ലോ ഇസബേല്, ആഭിചാരക്കാരിയാ. അതുകൊണ്ടാ ഏവു ഇസ്രായേലിൽ വന്നപ്പോ യോരാൻ ചോദിച്ചു, ഏകുവേ സമാധാനമാണോ? ഏകു തിരിച്ചു പ്രതിഭജിച്ചു, എനിക്ക് സമാധാനം. എന്റെ അമ്മ ഇസബേലിന്റെ ക്ഷുദ്രം, ആഭിചാരം ഇതുപോലെ കൊടികുത്തി വാഴപ്പോ എനിക്ക് സമാധാനം വല്ലതും ഉണ്ടോന്ന്. അപ്പൊ ആ വാക്യം കൂടെ ചേർത്ത് പഠിച്ചാൽ ഇവിടെ ക്ഷുദ്രക്കാരിയാ, ആഭിചാരം ചെയ്യും. അപ്പോൾ ഒരു വേദ പഠിതാവ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ അഭിഷിക്തനാകുന്ന ഏലിയാവിനെതിരെ ഇവൾ ആഭിചാരം ചെയ്തു. അതിന്റെ ശക്തി അവനിവനോട് ഫൈറ്റ് ചെയ്തു. എത്ര കെടികെട്ടി അഭിഷിക്തന്മാരാണെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു വലയമില്ലെങ്കിൽ നീ തകർന്നു പോകും. ഇന്ന് രാത്രി ഞാനും നിങ്ങൾ ഇവിടെ ആയുസോടിരിക്കുന്നതും ഈ തിരുവചനം പറയുന്നത്, ശുശ്രൂഷ ചെയ്യുന്നത്, ഒന്നെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യ, അല്ലെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ, അല്ലെ പ്രാർത്ഥിക്കുന്ന ഒരു സഭ, ഇല്ലേ പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. അത് മുടക്കരുത്. പ്രൈസ് ദി ലോർഡ്. ക്ഷീണം വരാം, മനുഷ്യനല്ലേ, ക്ഷീണിക്കും. നമ്മൾ ആത്മീയരാ, സഭയുടെ വിഷയം എടുക്കാം. വിശ്വാസികളിൽ തന്നെ ചിലർ ക്ഷീണിക്കും. ക്ഷീണിക്കാൻ പല കാരണമുണ്ട്. ലളിതമായി, 1, നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭയിൽ നിന്ന് നല്ലൊരു വചന ശുശ്രൂഷ കിട്ടിയില്ലേ ക്ഷീണിക്കും. തന്നടി പിന്നടി ചള്ളും പൊട്ടുമൊക്കെ പറഞ്ഞാൽ നിൽക്കുന്നെങ്കിൽ നമ്മൾ പിന്നെ നൊട്ട വെട്ടിരിക്കും. വചന ശുശ്രൂഷ കിട്ടിയില്ലേ ക്ഷീണിക്കും. നല്ല പാട്ട് പ്രാർത്ഥന ആരാധനയില്ലെങ്കിൽ ചിലർ ക്ഷീണിക്കും.
പല രീതിയിലാണ്. ഒരു സഭയെ കൂടുന്നവര് തമ്മിൽ സഹകരണ മനോഭാവമില്ലെങ്കിൽ ചിലർ ക്ഷീണിക്കും. ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ ആ വിശ്വാസികളുടെ നല്ല സമീപനവും നല്ല സഹവർത്തിത്വമില്ലെങ്കിൽ ചില വിശ്വാസി ക്ഷീണിക്കും. വിശ്വാസികൾ കർത്താവിന്റെ ദാസന്മാരോടും നല്ല രീതിയിൽ ഇടപെട്ടില്ലെങ്കിൽ കർത്തദാസന്മാരും ഏലിയാവ് സമസ്വഭാവമുള്ള മനുഷ്യനാണെന്നല്ലോ. പിന്നെ ചിലര് ശരീരത്തിൽ രോഗപീഠകൾ പല വിധത്തിൽ വരുമ്പോൾ ചിലര് ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. ദൈവമേ, ഈ പ്രായത്തിൽ എനിക്കിതെല്ലാം വന്നല്ലോ എന്ന് ക്ഷീണിക്കാം, കുറ്റമല്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴും ചിലര് ക്ഷീണിക്കാം. അങ്ങനെ ഒത്തിരി കാര്യമുണ്ട്. അപ്പൊ ഏത് മനുഷ്യനും ക്ഷീണം വരാം. പക്ഷെ ഒരു കാര്യം, ക്ഷീണം വന്നു കഴിയുമ്പോൾ ക്ഷീണിച്ച് നീ ഒതുങ്ങിപ്പോകരുത്. നിന്റെ ക്ഷീണം മാറ്റുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. ഇന്ന് രാത്രി അവൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. കമ്പിവാചകം പോലെ പറഞ്ഞങ്ങ് നിർത്താം. അപ്പൊ 21-ന് 4 ക്ഷീണിച്ചു. പക്ഷെ 23-ന്റെ 22 കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം ഈ ഇടയ്ക്ക് വരുന്ന ബലപ്പെട്ടെന്ന. അതെവിടെ വെച്ചാ ബലപ്പെട്ടത്? കമ്പിവാചകം പോലെ ചിന്തിക്കുക, എല്ലാ ഭാഗവും പറയാൻ ഒക്കത്തില്ല. 21-ന്റെ 16 ഒന്ന് വായിച്ച. 21-ന്റെ 16 സംഖ്യ. അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുന്ന കൽപ്പിച്ച കിണർ അത് തന്നെ. അപ്പോൾ ഇസ്രായേൽ കിണറെ പൊങ്ങി അതിന് പാടുവിൻ. പ്രഭുക്കന്മാര് കുടിച്ച കിണർ, ജനസേട്ടന്മാർ തങ്ങളുടെ ജങ്കോല് കൊണ്ട് ദണ്ടുകൊണ്ടും കുത്തിയ കിണർ എന്നുള്ള പാട്ട് പാടിയെന്ന്. അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്ത് പോയതല്ല, സമയത്തെയും കൂടെ ഭയപ്പെടുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പുസ്തകം മടക്കുകയും ചെയ്യരുത്. എന്നാ ഇങ്ങനെ തന്നെ എല്ലാം പറഞ്ഞു. നമ്മൾ വടിയിൽ അവനുമായിട്ട് വിഘടിക്കരുതെന്ന. അപ്പം നമ്മളൊരു ധാരണ നന്നായിട്ട് വായിക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, 21-ന് 4 ക്ഷീണിച്ചു. പക്ഷെ 23-ന്റെ 22 കാട്ടുപോത്തിന് തുല്യ ബലം വന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങൾ മസിൽ പിടിച്ചിരിക്കരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മുഖത്തൊക്കെ ഒരു തെളിച്ചുണ്ടാകും. കൈപ്പുള്ള കഷായം കുടിച്ച പോലെ ഇന്നൂടല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കും. സ്തോത്രം. ഈ പുരുഷ ലക്ഷണത്തെ പറ്റി പണ്ട് കവി പറഞ്ഞു, പ്രസാദം വദനത്തെങ്കിലും കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്ന് ഉള്ളവനേ പുരുഷോത്തമനെന്ന്. വ്യാഖ്യാനിപ്പിക്കണ്ട. സാക്ഷാൽ പുരുഷൻ യേശു ക്രിസ്തുവാണ്. ഉത്തമ പുരുഷനാണ്. അതിമനൂജനാം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിലാകെ പരന്നതും ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ വിട്ടികത്തിൽ വന്ന പുരുഷനെ കണ്ടേൻ. ഉത്തമ പുരുഷനെ കണ്ടേൻ. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ വെള്ളോടുല തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ടേൻ. ഉത്തമ പുരുഷനെ കണ്ടേൻ. സാക്ഷാൽ പുരുഷൻ കർത്താവാകുന്ന ക്രിസ്തു. അതെ, ശ്രദ്ധിക്കുക. 21-ന് 4 ക്ഷീണിച്ചു. പക്ഷെ 23-ന്റെ 22 കാട്ടുപോത്തിന് തുല്യ ബലം. അപ്പൊ ഇവരിടയ്ക്ക് ബലപ്പെട്ടത് എവിടാന്നാ ചിന്തിച്ചത്? 21-ന്റെ 16 ഒന്നുകൂടെ വായിച്ചത് ദൈവദാസനെ. അനന്തരം അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. കിണർ. അപ്പൊ ശ്രദ്ധിച്ചേ, ഓടിച്ചു പറയാം. ജനത്തെ ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞു. അതിന് അങ്ങനെ പറയാൻ കാര്യം, ബേരിലേക്ക് പോയി. ബേരിന്റെ പണ്ടത്തെ പേര് ശൂര് തന്നെ പേര് ശൂരും അടുത്തടുത്ത സ്ഥലങ്ങളും ഒരേ സ്ഥലത്തിന്റെ ഒരു ഭാഗങ്ങളാണ്. അപ്പൊ ശൂരിലേക്ക് വന്നല്ലേ ബേരിലേക്ക് വന്നു. ദൈവം മോശയോട് പറഞ്ഞു ജനത്തെ ഒന്നിച്ചു കൂട്ടാൻ. അത് പറയാൻ കാരണം, ഈ സംഖ്യാപുസ്തകം 21-ന് 4 ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ ഇവരാവശ്യമില്ലാത്ത സംസാരങ്ങൾ നടത്തി. അങ്ങനെ സംസാരം ദൈവത്തിനും മോശയ്ക്കും അഹരോനും ഒക്കെ വിരോധമായിട്ട് പറഞ്ഞു വചനത്തെ നിന്ദിച്ചു. അതാണ് 21-ന് 4 മുതൽ. പിന്നെ അനന്തരം അവർ 21-ന് 4 വായിച്ച പിന്നെ അവർ ഏതോ ദേശം ചുറ്റിപ്പോകുക,
ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിന്റെ മോശയ്ക്ക് വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാണ്. അപ്പോ മന്നയ്ക്കെതിരെ ഇവര് പ്രശ്നം ഉണ്ടാക്കി. അതാ സാരമില്ലാത്ത ആഹാരം. മന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഭക്ഷണമാണ്. ഒറ്റ വാക്കി പറയാം, മന്ന ക്രിസ്തുവിനും തിരുവചനത്തിനും നിഴലാണ്. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞാൽ ഭാഗം വിട്ടേക്കാം, നിന്ന് പറയാൻ നേരമില്ല. മന്ന യേശു ക്രിസ്തുവിനും തിരുവചനത്തിനും നിഴലാണ്. അതിന് ഒന്ന്, ഈ മന്നയുടെ വിശേഷത ഇത് ഉയരത്തിൽ നിന്ന് പൊടിഞ്ഞു വീണതാ. അങ്ങനെയാണല്ലോ പുസ്തകം പഠിപ്പിക്കുന്നത്. അവൻ ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിച്ചെന്ന. മന്ന ഉയരത്തിൽ നിന്ന് വന്നതാ. ഉയരത്തിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ബാക്കി സകല ആൾക്കാർ ഉയരത്തിലേക്ക് പോകുന്നവരും പോകാതിരിക്കുന്നവരും ഒക്കെ ആകുമ്പോൾ ഉയരത്തിൽ നിന്ന് ഉന്നതങ്ങൾ വിട്ട് ഇറങ്ങി വന്ന ഒരുവനെയുള്ള നസറയനാകുന്ന യേശു ക്രിസ്തു. ഫിലിപ്പിയ ലേഖനം നമുക്കറിയാമല്ലോ. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി താഴ്ത്തി തന്നെത്താൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. അപ്പൊ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നതായി മന്ന. അങ്ങനെയെങ്കിൽ മേളിൽ നിന്ന് ഇറങ്ങി വന്നതാ ക്രിസ്തു. മന്ന ക്രിസ്തുവിന് നടുല, മേളിൽ നിന്ന് വന്നതാ. രണ്ട്, ഈ മന്ന യേശു ക്രിസ്തുവിന് നടുലാന്ന് പറയാൻ കാര്യം, വളരെ ചെറുതാ. കൊത്തമ്പാലരി ചെറുതാ. അതാ കൂടാരവാതിൽ തുറന്നു ചെല്ലുമ്പോൾ കാണാൻ ചെറുതാ. വലിയവനായ ദൈവം, വലിയവനായ ദൈവം. ചെറിയ ആൾക്കാരുടെ ഇരിപ്പ് നോട്ടം കൊണ്ട് ആ ദൈവത്തെക്കാൾ വലിയതാണെന്നും പറഞ്ഞ ആ പാവമൊക്കെ കാണും. അഖിലാണ്ടങ്ങളുടെ ഉടയവനായ ദൈവം. സമയമില്ലാത്തതുകൊണ്ടാണ്. സൈമൺ സാറ് കൊടുത്തിരിക്കുന്നൊരു പദമുണ്ട്. ആ വേദവികാരത്തിൻ്റെ പഴയ ആൾക്കാർക്കറിയാം ദൈവത്തെ പറ്റി. യാതൊരു കാലത്തെയാണാദിയായി നിർദ്ദേശിപ്പതിനായതിനറുതിയില്ലാതുള്ള യുഗം മുൻപും വീതരൂപനായി വിമലാപനായി നിന്ന മഹാനീതി നീരതിക ഞാനാദരാൽ വന്നിക്കുന്നേൻ. സകല ലോകങ്ങൾക്കും ആദികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. ആഗമാകാരന്മാരിൽ ആദവൻ മോസസും സർവാഗമ പൊരുളാഗമി പരാശക്തിക്ക് ഏലെന്നോ രബ്രിയമാൻ നാമമോദിയത് മൂലവസ്തുവാനാഥൻ ഉപദേശിച്ചതല്ലോ. ഈ ലോകി ശബ്ദായി യു യലോകി അധോണായി വിലോപമെന്നെ യാഗ്വേ യഹോവ യാഹെന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമമീശനാൽ പ്രകക്ഷിതമെന്നേ വേണ്ടു. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർദ്ധിക്കലും കൂടത്തൻ നിരാശകൻ ആത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. പുഷ്പകാലത്ത് കളകണ്ഡങ്ങളെ കൂജിതം പോലെ അല്ലായിൽ അതീശനെ മാനുഷരറിയെന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മൂലം സിയമാ മകത്തത്വ ബോധനം നടത്തുവാൻ ഈ ഉലകം ഹൃദയമായ പൂർണ്ണിജാത്മ നേരമില്ല. ദൈവത്തെ പറ്റിയായി ചൊല്ലിവിട്ടതേ. വലിയവനായ ദൈവം, നിത്യനായ ദൈവം, ഉന്നതനായ ദൈവം, സകലത്തെ നിർമ്മിച്ചവൻ, ചമച്ചവൻ, പടച്ചവൻ, അനാദികൾ ശാശ്വതമായുള്ളവൻ, സകലത്തെ നിർമ്മിച്ചവൻ, ചമച്ചവൻ, പടച്ചവൻ, സകലത്തിന്റെ എല്ലാവർക്കും കാരണഭൂതനുമായവൻ. ഇങ്ങനെ വലിയവനായ ദൈവം വർണ്ണിക്കാനൊക്കത്തില്ല. ആ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ചെറുതായിട്ട് അവതരിച്ചു. ഒരു കന്യകയുടെ ഉദരത്തിൽ ഉരുവായെന്ന്. എൻ്റെ സഹപടന്മാരെ, എൻ്റെ മാന്യ ശ്രോതാക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, അഖിലാണ്ടങ്ങളുടെ ഉടയവൻ ചെറുതായിട്ട് അവതരിച്ചെങ്കിൽ നമുക്കൊന്ന് ചെറുതായാലെന്നെ. ചിലരുടെ ആ ഭാവവും ഇരിപ്പും ഒക്കെ വെള്ളം പൊങ്ങിയപ്പോൾ ഞാൻ കണ്ടതാ. വണ്ടിയില്ലെങ്കിൽ യോഗത്തിന് വരികയില്ല. വെള്ളം പൊങ്ങിയപ്പോൾ ഒരു തള്ളയാണ്ട കുടയും പിടിച്ച് ചെമ്പിനകത്തിരിക്കുന്നു. നിങ്ങൾ കണ്ടോന്നറിയത്തില്ല, ഒരു മുഴുത്ത തള്ള ഒരു കുടയും പിടിച്ചൊരു ചെമ്പിനകത്ത്. അതെനിക്ക് തിട്ടമില്ല, ഏതാണ് എന്നാ സത്യമാണ്. കണ്ടതല്ലേ, കണ്ടതാ വലിപ്പമൊക്കെ. ചെല്ലിപ്പറത്തില്ല, എൻ്റെ ബെഡിൽ കിടക്കണ എൻ്റെ ബെഡ്റൂം, ഞങ്ങളുടെ ഫാമിലി ബെഡ്റൂം, എൻ്റെ ബെഡ് അത് പ്രത്യേക ബെഡാ. അത് കിടന്നില്ലേ? വെള്ളം പൊങ്ങിയപ്പോൾ അതാണ്ട് ബെഞ്ച് കിട്ടാച്ച് ജാബിൽ പോയി കിടക്കുന്നത്. എന്തിനാടാ നിന്റെ ബെഡ്? അവിടെ കിടന്ന ബെഡല്ല, ബ്രെഡിന്റെ നട്ടുകാരുന്ന്. ഞാൻ പരമാർത്ഥമായി പറഞ്ഞത്, കള്ളമല്ല.
ചില സഹോദരിമാര് സഭയിലൊക്കെ, ഇവിടുത്തെ രീതി അറിയത്തില്ല, സഭ വന്ന് അമ്മാമ്മേ എല്ലാ പിള്ളേരെയും പോലല്ല എൻ്റെ കുഞ്ഞ്, അവൾക്ക് ഒത്തിരി നിർബന്ധം, അവൾക്ക് ഒത്തിരി എല്ലാ പിള്ളേരെയും പോലല്ല. അതിന് അവളെ ചിക്കനെ കഴിക്കുള്ളൂ, ചിക്കൻ. മോനാണെങ്കിൽ ഫിഷ് മോളി. നടുവത്തവനോ അവന് ഈ ബീഫ് ഒലത്തണം. അതുകൊണ്ട് എനിക്കിപ്പം മീറ്റിങ്ങിന് പോലും അറ്റൻഡ് ചെയ്യാൻ. പിന്നെ ഡാഡി മട്ടൻ എന്ത് മട്ടൻ തിന്ന താടിയ എടാ കട്ടൻ കപ്പയും തിന്ന് മുമ്പേ പറഞ്ഞതാ. മുളകൊടച്ചതും നാട്ടിൽ ഇപ്പോഴല്ലോ ചയ്യോ എല്ലാം കെട്ടി അത് ചോദിച്ചാൽ കളയൊന്നും വേണ്ട. നമ്മുടെ ശൈലി ഇതാണ്. സ്തോത്രം. പിണക്കമൊന്നും തോന്നരുത്. ചോദിച്ചാലാകുമ്പോ പിണക്കവും ഇല്ല, ഉറക്കത്തുമില്ലല്ലോ, അതുകൊണ്ടങ്ങ് പറഞ്ഞ ഇരുന്ന്. സ്തോത്രം. നീ ഒരു ചെരുപ്പ് ഇടാൻ കൊടുത്തിട്ടില്ലേ? പറ. സ്കൂളിൽ പോയപ്പോ ഫീസ് കൊടുക്കാൻ കൊതിച്ചിട്ടില്ലേ? കാറ് പോയപ്പോ പണ്ട് പെന്തിക്കോസിൽ പഴയ 3 കാശുകാരാണ് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു. ഒന്ന് അലയുടെ ലൂക്കാച്ചായന് കൊട്ടാരക്കര, പിന്നെ 2 56 കുഞ്ചാന്, പിന്നെ 3 പാതിയപ്പള്ളി കുഞ്ഞവറാച്ചൻ. ഇപ്പോഴല്ലേ ബാക്കിയുള്ളവർക്കൊക്കെ പുത്തനായത്. ഞൊളിച്ചിലും ഇരിപ്പുമൊക്കെ. ഇന്ന് യോഗം തീരുകയല്ല, നാളെ വൈകിട്ടില്ലല്ലോ. 2 കാര്യൂടെ പറഞ്ഞേച്ചുള്ളൂ. സ്തോത്രം. ഞെളിയരുത്, അഹങ്കരിക്കരുത്, ഭയത്തോടെ ദൈവത്തെ സേവിക്ക. ചേട്ടന്മാര് അനിയന്മാരെ പഠിപ്പിക്കാൻ ചേട്ടന്മാര് പഠിത്തം നിർത്തിയവരുണ്ട് ഇല്ലേ? പറ. 5-6 ചേട്ടന്മാര് ചേട്ടാനിയന്മാരുള്ളത് ഷർട്ട് ചേട്ടൻ തേച്ചിട്ടേക്ക് മുമ്പ് അനിയൻ ഇട്ടോണ്ട് പോകും. ചേട്ടൻ കുളിച്ചു ചെന്നപ്പോ ഷർട്ടിൽ എടുക്കപ്പെട്ടു. നീ കൊതിച്ചിട്ടുണ്ട്. ഞാൻ പഴയ ചരിത്രത്തിലൊന്നും പോകുന്നില്ല. നിങ്ങളെ എടുത്താൻ പറഞ്ഞതല്ല, ദൈവം നിങ്ങളെ നടത്തിയ വിധം ഓർപ്പിക്കുക. ഓർത്ത് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അതായത് ചില സഹോദരിമാര് അവക്ക് ചിക്കൻ വേണം, മോന് ഫിഷ് മോളി, പപ്പായ്ക്ക് മട്ടൻ. എന്ത് മട്ടൻ തന്ന താടിയാ? കട്ടൻ കപ്പയും 18 കപ്പ ഗോതി അരിഞ്ഞ് മുളകൊടച്ചത് അതോട് കിറിയെല്ലാം ഊത്തലെടുത്ത് നീ പെരക്കി വിറ്റ് ഓടിയ ഓട്ടം. സ്തോത്രം. ഇപ്പം ദൈവം നന്മയൊക്കെ തന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അമേരിക്കയിലും ഗൾഫിലും ഒക്കെ പണ്ട് പോയിട്ട് വന്നവരുത് ഒരു സോപ്പ് തരും. നല്ല കാര്യമാ കുളിക്കാൻ. പണ്ടത് കുളിച്ചിട്ടില്ല. അതെടുത്ത് എൻ്റെ ഭാഷപ്പോൾ ഞാൻ തുണി ഇടവൊക്കെ ഇടയ്ക്ക് സോപ്പും തുണി എടുത്ത് നല്ല മണം. കൃപയാൽ നാട്ടിൽ ചെല്ലുമ്പോൾ അതിനൊക്കെ കൊടുക്കാൻ ദൈവം ഭാഗ്യം തരുന്നല്ലോ. നീ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞെളിയരുത്. മട്ടനും ചിക്കനും വെള്ളം നോക്കിയ പാണ്ട മണ്ണ് കിടന്ന് തട്ടിപ്പറിക്കുന്നു. മട്ടൻ വേണ്ടേ? അഹങ്കരിക്കരുത്. അഹങ്കാരികൾ ഞാനാന്നേലും നിങ്ങളാന്നേലും ദൈവം പിടിക്കും. നിഗളിക്കരുത്. ഇന്നലെ പറഞ്ഞ പദം ഒന്നുകൂടെ പറയാം. ഞെളിയാതെ ഭയപ്പെട്. പ്രൈസ് ദി ലോർഡ്. മന്ന ക്രിസ്തുവിന് നല്ലതാ. 1 ഉയരത്തിൽ നിന്ന് വന്നതാ, ഉന്നതം വിട്ടിറങ്ങി വന്ന ക്രിസ്തു. 2 ചെറുതാ, വലിയവനായ കർത്താവ് എന്നെ നിങ്ങളെ രക്ഷിപ്പാൻ ചെറുതായിട്ട് അവതരിച്ചു. 3 മന്നയുടെ വിശേഷത. അത് പറഞ്ഞങ്ങ് നിർത്താം. ഇത് കൊത്തമ്പാലതി പോലെ എന്ന് പറഞ്ഞാൽ ചെറുതാ, ഉരുണ്ടായിരിക്കുന്നത്. ഉരുണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ ശൈലി പറയാ, ഈ മന്ന എടുത്ത് ഇങ്ങനെ നോക്കിയാൽ ഉരുണ്ട, മൊനയില്ല. എങ്ങനെ നോക്കിയാലും 6 കോടതി മാറി വിസ്തരിച്ച് ഒരു മൊനയും കണ്ടില്ല. ഉരുണ്ടിരിക്കുകയല്ലേ? നിങ്ങൾക്ക് കേട്ടിട്ടുള്ളത് ആ സന്ദർഭം വന്നുകൊണ്ട് പണ്ട് നാട്ടിൽ സായിപ്പ് വന്നപ്പോൾ നമ്മുടെ അമ്മ കൊഴുക്കട്ട കൊണ്ട് കൊടുത്തു. സായിപ്പ് ഇതെടുത്തു, തുറന്നപ്പോൾ അതിനകത്ത് ചക്കരയും തേങ്ങ. ഇപ്പം സായിപ്പ് ചോദിച്ചു അതിനകത്ത് അതും ഇങ്ങനെ. ഇപ്പം ഇതെങ്ങനെ ഇതിനകത്ത് കയറിയെന്ന് സായിപ്പിന് അറിയണം. ന്യൂയോർക്കിലെ വലിയ പാലം പണിത സായിപ്പാ. പക്ഷെ കൊഴുക്കട്ടയ്ക്കകത്ത് തേങ്ങയും ചക്കരയും കയറിയത് പുള്ളി ചോദിച്ചു ഇതാരാ ഇത് കണ്ടുപിടിച്ച? ചട്ടയും കൊണ്ടെടുത്ത് അമ്മയാ ഇതിൻ്റെ ആളെന്ന് പറഞ്ഞു. ടെക്നോളജി. കൊഴുക്കട്ടയ്ക്കകത്ത് ചക്കരയും ഉരുണ്ടിരിക്കുക. നോക്കിയിട്ട് സായിപ്പ് നോക്കിയിട്ട് ഒരു വിടവും കാണുന്നില്ല ഇത് കയറാൻ. അപ്പോൾ ഒരു പോയിന്റ് വേണ്ടി ഇതിനകത്ത് കയറ്റാൻ. ഇത്ര അമ്മമാരാണ് നമ്മുടെ അമ്മമാര്. ഇതുപോലെ മന്ന ഉരുണ്ടിരിക്കുക. അത് രാവിലെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് നോക്കിയപ്പം ഒരു മൊനയില്ല.
6 കോടതി നിന്ന് വിസ്തരിക്കുക. ഹന്നാസം, കയ്യപ്പാവ്, സന്നിധി സംഘവും ആമൻ, പീലാത്തോസ്, ഗെരോലാവ് എല്ലാം വിസ്തരിച്ചു. യാതൊരു മൊനയില്ലാത്തവൻ, ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം നീട്ടാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്ത പരമവിശുദ്ധൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. നാം നീതീകരിക്കപ്പെടുവാൻ, നാം രക്ഷപ്പെടുവാൻ നമുക്ക് വേണ്ടി പങ്കപ്പാട് സംഘിച്ച കാൽവറിയിലേക്ക് കൊലമരം ചുമന്നുകൊണ്ട് കുരിശുമകരം ചുമന്ന് നടന്നു നീങ്ങിയവൻ. കാൽവറിയുടെ കൊലമരത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ഇരുപ്പാടുകൾ കേൾപ്പിച്ചു കൊടുത്ത് നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ, 3 ഉയർത്തെഴുന്നേറ്റവൻ ഇന്നും ജീവിക്കുന്നു. ഊനമില്ല, പാപമില്ല, യാതൊരു കളങ്കമില്ല, നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, മോശയിലും വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, യോനയിലും വലിയവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. 1 ഉയരത്തിൽ നിന്ന് വന്നത്, 2 ചെറുതാ, 3 ഒരു മൊനയില്ല. 4-ാമത്തെ പറഞ്ഞങ്ങ് നിർത്താം. അതിരാവിലെ കൂടാരവാതിൽ തുറന്നു ചെല്ലുമ്പോൾ വാതിൽ കിടപ്പുണ്ട്. മന്ന ക്രിസ്തുവിന് നിഴല. ക്രിസ്തു രക്ഷിതാവ, രക്ഷകൻ വാതിക്കലുണ്ട്. രക്ഷ തപ്പി കിഴക്കോട്ടും പോകണ്ട, പടിഞ്ഞാട്ടും പോകണ്ട, വടക്കോട്ട് പോകണ്ട, തെക്കോട്ട് പോകണ്ട, രക്ഷ നിന്റെ വാതിക്കല. ഇന്ന് രാത്രിയിൽ രക്ഷകൻ വാതിക്കലുണ്ട്. ഹൃദയം കൊടുക്ക്, യേശുവിന് ഹൃദയം കൊടുക്ക്. യേശു അല്ലാതെ രക്ഷകനില്ല. യേശു ക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ. ഈ മന്നയെ നിന്ദിക്കരുത്. കരമുയർത്ത ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചതിന് നന്ദി. സമയമായി, അതുകൊണ്ട് അങ്ങ് നിർത്തുക. ഒന്നും പറയാൻ ഉദ്ദേശിച്ചതുപോലെ ഒക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാം സഹകരിച്ചല്ലോ. വളരെ സന്തോഷം, വളരെ നന്ദി. ഞങ്ങളുടെ കാവാലത്തെ വേലി ഓർത്ത് പ്രാർത്ഥിക്കണം. 10-45 ദൈവം 2 വർഷമായല്ലോ തുടങ്ങിയിട്ട്. 10-45 ദൈവ കുഞ്ഞുങ്ങൾ അവിടെ ഒരു നല്ല സഭാകൂള് പണിയണം. അതോടെ ഉന്നം വെച്ചാൽ ഞാൻ ഈ അമേരിക്ക ഞങ്ങളെ പോലുള്ള വരുന്നവർ ആത്മഭാരം കൊണ്ട് വരുന്നല്ല, കാശിന് വരുന്നതാണ്. എൻ്റെ കാര്യം കൂടെ ചേർത്താം. ആത്മഭാരമാണ് ഞങ്ങളുടെ ഇവിടെ എന്തും വേണ്ടത്. കുട്ടമംഗലം, കൈനകരി, ഏനങ്കരി, തായങ്കരി, കണ്ടങ്കരി, മിത്രക്കരി എന്തും വേണ്ട സ്ഥലമുണ്ട്. ആത്മഭാരം അങ്ങോട്ട് വള്ളത്തിൽ കയറി പോയാൽ പ്ലെയിനെ കയറി ഇങ്ങോട്ട് വന്നെന്തിനാ കാശിന. പിന്നെ അത് വെറുതെ വേണ്ട. കർത്താവിൻ്റെ വേലയ്ക്ക് കൂടുക, കൂട്ടായ്മ ആചരിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വൈഫ് ഒരു കുഞ്ഞ് 6-ാം ക്ലാസ്സിലേക്ക് പനിയായിരുന്നു, സൗഖ്യം കൊടുത്തു. ഒറ്റ ആഗ്രഹമുള്ളൂ, ഇപ്പം നല്ലൊരു സഭാകൂട് പണിയണം. ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്ത് അങ്ങ് ചെല്ലണം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന, അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നിൽക്കുന്നത്. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ HPF-ന്റെ ചുമതലക്കാർക്ക് എല്ലാവർക്കും പേരെടുത്ത് പറയാൻ നേരമില്ല. എല്ലാവർക്കും നന്ദി. എല്ലാ കുടുംബങ്ങളെ, എല്ലാ പ്രിയപ്പെട്ടവരെയും, കുഞ്ഞുങ്ങളെയും, പ്രായമുള്ളവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം, ജയിക്കാം, ജയാളികളായ അങ്ങനെല്ലാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. സമയം പോയെന്നറിയ എഴുന്നേറ്റ് നിന്ന് 2 ശീലി പാട്ട് പാടി. നിങ്ങൾ പാട്ട് വല്ലതും സെലക്ട് ചെയ്തിട്ടുണ്ടോ? എന്നാ പെട്ടെന്ന് പാടിക്കൂ. പെട്ടെന്ന് ഓടിവാ, പെട്ടെന്ന് പാടിക്കൂ. ഒന്നും പറയണ്ട, പാടിക്കൂ. സമയം പോകുന്നില്ല. കൈയടിച്ച് ദേശമെങ്ങും മുഴങ്ങിടുന്നു അമ്പശാലൻ രാജൻ.